പാപ്പ എന്താ പാപ്പ? എന്തു പറ്റി? ഒരു ക്ഷീണം പോലെ. തലവേദനയാണോ? അതെ, തലവേദനയാ. കുറെ ദിവസമായി തുടങ്ങിയിട്ട്. സാർ, എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? എന്റെ തൊപ്പി തെറിക്കാറായി. വൈകാതെ ഈ യൂണിഫോം അഴിച്ചു വെച്ച് മറ്റു പല ജോലി അന്വേഷിക്കേണ്ടി വരും. കെവിന്റെ കമ്പനിയിൽ എന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് പറ്റിയ ജോലി വല്ലതുകൊണ്ട് പറ, ഞാൻ വരാം. സാർ, സെക്യൂരിറ്റി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും. എന്താ പാപ്പ? എന്നെ DGP വിളിപ്പിച്ചിരുന്നു. ലാസ്റ്റ് വാണിംഗ് തരാൻ. ഋഷി കേസ്, നന്ദൻ കേസ്, ഇതിലൊക്കെ ഞാൻ മനഃപൂർവ്വം അലംഭാവം കാണിക്കുന്നുവെന്ന്. ദേവിക അരുന്ധതി മാത്രമല്ല, ചില സാമൂഹിക സംഘടനകളുടെയും ഇടപെടലുകളുണ്ട്. എന്റെ സർവീസിൽ ഇതുവരെയും എനിക്കൊരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ലായിരുന്നു. 5ലധികം ഗുഡ് സർവീസ് എൻട്രികളുണ്ട് എന്റെ സർവീസ് ബുക്കിൽ. പക്ഷേ കരിയറിൽ കറുപ്പ് വീണു. ഒക്കെ നിന്നോട് കാണിച്ച അമിത വാത്സല്യം കൊണ്ടാ. ന്യായം വിട്ട് ഞാൻ എന്ന് പ്രവർത്തിച്ചു തുടങ്ങിയോ അന്നു മുതൽ എന്റെ വീഴ്ച ആരംഭിച്ചു. അപ്പോ എല്ലാം ഞാൻ കാരണമാണെന്നല്ലേ പാപ്പൻ പറഞ്ഞു വരുന്നേ? അല്ല, എല്ലാം ഞാൻ കാരണമാ. ഞാൻ ന്യായം വിട്ടൊന്നും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. നിന്റെ പിടിവാശിക്ക് കൂട്ടു നിൽക്കുകയായിരുന്നില്ല വേണ്ടത്. തെറ്റുകൾ പറഞ്ഞു തിരുത്തി നേരായ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല, എല്ലാം കൈവിട്ടുപോയി. പാപ്പ സോറി. ഞാൻ കാരണം പാപ്പന് കരിയറിൽ ചീത്തപ്പേരായല്ലേ? സോറി പാപ്പ. ഇനി ഞാൻ ഒരു കാര്യത്തിനും പാപ്പനെ ബുദ്ധിമുട്ടിക്കില്ല. വരുന്നത് വരട്ടെ. ഒക്കെ വിധിയെന്നും പറഞ്ഞ് ഞാൻ അനുഭവിച്ചോളാം. പാപ്പൻ പറഞ്ഞത് നേരെ. തെറ്റെന്റെ ഭാഗത്താ. വളരെ സത്യസന്ധമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന പാപ്പനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പാപ്പനെ സ്വാധീനിച്ചു. സോറി പാപ്പ. കെവിനും കൂടി വേണ്ടിട്ട് ഞാൻ പാപ്പനോട് ക്ഷമ ചോദിക്കാം. നീ വിഷമിക്കണ്ട. പോട്ടെ, സാരമില്ല. ഇനിയിപ്പം ഈ കുരുക്ക് എങ്ങനെ അഴിക്കാമെന്ന് നോക്കണം. DGP വളരെ ശക്തമായിട്ടാ താക്കീത് ചെയ്തത്. ഋഷിയെ നന്ദനെ ഉടനെ കണ്ടെത്തിയേ പറ്റൂ. ആരെങ്കിലും ഒരാളെങ്കിലും ഉടനെ കണ്ടെത്തണം, അല്ലെ കുഴപ്പമാവും. പക്ഷേ അവരെക്കുറിച്ചൊരു സൂചനയും കിട്ടുന്നില്ലല്ലോ സാർ. ഭൂമിയിൽ നിന്നങ്ങ് മാഞ്ഞു പോയതുപോലെ. പക്ഷേ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാലും ശരി, അവരിലൊരുത്തനെ കണ്ടെത്തിയേ പറ്റൂ. ഒന്ന് നന്ദൻ, അല്ലെ ഋഷി, ഒരാളെ കണ്ടുപിടിക്കണം.